ഹലോ മൈ വ്യൂവേഴ്സ്, ഇന്ന് ഡുവോലിംഗോയുടെ പല ഫീച്ചേഴ്സുകൾ നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ചെസ്സ് കളിക്കുന്നതിനെ പറ്റി. ചെസ്സ് നമുക്ക് നല്ല രീതിയിൽ കളിക്കാൻ കഴിയുന്ന ഒരു ഫീച്ചർ ഡുവോലിംഗോ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചെസ്സ് അല്ലാതെ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു രണ്ട് കാര്യങ്ങളാണ് മാത്സ് പഠിക്കുന്നതും അതുപോലെ തന്നെ മ്യൂസിക് പഠിക്കുന്നു. ഈ മാത്സ് പഠിക്കുന്നതിൽ തന്നെ അരിത്തമെറ്റിക്സ്, ജോമെട്രീസ്, നെഗറ്റീവ്സ് അങ്ങനെ പല തരത്തിലുള്ള കൺസെപ്റ്റുകൾ ഇവർ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ജോമെട്രിയിൽ നമുക്ക് കാണാം ഇവിടെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. ഇനി മ്യൂസിക് പഠിക്കുന്നതിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. മ്യൂസിക് പഠിക്കുന്നതിൽ നമുക്ക് ഇതിൽ പ്രധാനമായിക്കൊണ്ടും പിയാനോയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമുക്കൊരു ആക്ടിവിറ്റി ചെയ്തു നോക്കാം. ഇതിൽ നിങ്ങൾ കണ്ടല്ലോ, മ്യൂസിക് നമ്മളെ കുറേ പരിശീലിപ്പിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് പലതരത്തിലുള്ള ഭാഷകൾ ആഡ് ചെയ്തുകൊണ്ട് പഠിക്കാൻ കഴിയും. ഞാൻ ഇതിൽ ഓൾറെഡി ഹിന്ദി ആഡ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി ഇതിൽ വളരെ കുറച്ച് സെക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഏറ്റവും താഴെ സെക്ഷനിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അത് ഡെയിലി റിഫ്രഷ് എന്ന അവസാനത്തെ ഫൈനൽ സ്റ്റേജാണ്. ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഏകദേശം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് ഇതിൽ വരുന്നത് ഇൻ്റർമീഡിയറ്റ് ഇംഗ്ലീഷാണ്. അതായത് ഇതിൽ ബിഗിനർ ലെവലില്ല, ഇൻ്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ലെവൽ മാത്രമാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ കഴിയും. ഇംഗ്ലീഷിൽ ഇതിൽ ധാരാളം യൂണിറ്റുകൾ ഇവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പല തരത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വോയിസ് ഇൻട്രാക്ഷൻ ചെയ്തുകൊണ്ട് പഠിക്കാൻ കഴിയും. ഇനി ഇതിൻ്റെ മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഡർ ബോർഡ് ഒരു ലീഗ് പോലെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻസ് പ്ലാൻ എടുത്താൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉപയോഗിക്കാൻ കഴിയും. അൺലിമിറ്റഡായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇതിൽ മറ്റു സ്കിൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടും അതുപോലെ എഴുതാനുള്ള പ്രാക്ടീസ് ഇങ്ങനെ പല തരത്തിലുള്ള സെക്ഷൻസ് കൊടുത്തുകൊണ്ട് സൗണ്ട് പ്രാക്ടീസിങ് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പലതരത്തിലുള്ള അച്ചീവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നല്ല രീതിയിൽ പഠിക്കാൻ കഴിയും.